ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ മേയറാകും. കിഴക്കുംപാട്ടുകരയിൽ നിന്ന് ആദ്യ മത്സരത്തിൽ വിജയിച്ച നിജി ഗൈനക്കോളജിസ്റ്റാണ്. എ പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. തർക്കങ്ങളില്ല എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എം എസ് അലിഷോയി പങ്കുവയ്ക്കുന്നത്. DCCയുടെ വാർത്താസമ്മേളനം നടക്കുകയാണ്. വാർത്താസമ്മേളനം ഇപ്പോൾ അവസാനിച്ചു. എം എസ് അലിഷോയി നമുക്കൊപ്പമുണ്ട്. അലിഷോയി, തർക്കങ്ങളില്ലാതെ നിജി ജസ്റ്റിനെ മേയർ പദവിയിലേക്കും എ പ്രസാദിനെ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്കും നിയോഗിക്കുകയാണോ ഇപ്പോൾ DCC നേതൃത്വം? തീർച്ചയായും DCC നേതൃത്വം ഇപ്പോൾ അല്പസമയം മുമ്പാണ് നിജി ജസ്റ്റിനെ ഈ തൃശ്ശൂരിലെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അതായത് നേരത്തെ പല വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ, ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നു. വലിയ ചരടുവലികളൊക്കെ തന്നെ നടന്നിരുന്നു. തൃശ്ശൂരിലെ മേയറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. കാരണം 4 തവണ ടേം ഈ കൗൺസിലർ ആയ ലാലി ജെയിംസ്, അതുപോലെ തന്നെ മുൻ ഡെപ്യൂട്ടി മേയറായ സുബി ബാബു തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് കൃത്യമായി ആദ്യ തവണ ഈ കൗൺസിലറായ നിജി ജസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരും ഇതിലുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ മറ്റു പേരുകളൊക്കെയാണ് ഉയർന്നു കേട്ടതെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി നിജി ജസ്റ്റിനായിരിക്കും തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശവും അതുപോലെ തന്നെ കൗൺസിലർമാരുടെ തീരുമാനവും ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് അല്പസമയം മുമ്പ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കിയത്. എ പ്രസാദാണ് ഈ നിലവിൽ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡോക്ടർ നിജി ജസ്റ്റിൻ ഇവിടെ ഈ മഹിളാ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ വലിയ ഈ പാർട്ടി സ്ഥാനങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളതാണ്. DCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു, മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത്തരത്തിലുള്ള പാർട്ടി സ്ഥാനങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു തീരുമാനം എന്നുള്ള രീതിക്കും അതുപോലെ തന്നെ കൗൺസിലർമാരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം എടുത്ത തീരുമാനവും രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു വിഭാഗം കൗൺസിലർമാർക്ക് ഇതിൽ അസ്വസ്ഥത ഉണ്ടാകാനായി സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ആരെങ്കിലും പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും നിജി ജസ്റ്റിൻ തൃശ്ശൂരിലെ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടേം വ്യവസ്ഥയെ സംബന്ധിച്ച് കൃത്യമായ യാതൊരു മറുപടിയും ഈ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൊച്ചിയിലാണെങ്കിൽ ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ നേതാക്കൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും ടേം വ്യവസ്ഥ ഉണ്ടായേക്കും എന്ന ചില റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അക്കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ല എന്നതാണോ, അതോ ടേം ഇല്ല 5 വർഷവും ഇരുവരുമായിരിക്കും, നിജി ജസ്റ്റിനും ഒപ്പം പ്രസാദുമായിരിക്കും മേയർ ഡെപ്യൂട്ടി മേയർ പദവിയിൽ ഉണ്ടാവുക എന്ന് വിശദീകരിക്കുന്നുണ്ടോ? ഇല്ല, അത്തരത്തിൽ ഒരു വിശദീകരണവും DCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ടേം വ്യവസ്ഥ ഉണ്ടാകുമെന്നോ ഇല്ലെന്നോ അദ്ദേഹം പറഞ്ഞില്ല. സാധാരണഗതിയിൽ തൃശ്ശൂരിൽ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം, അതായത് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ മാത്രമാണ് തുടർച്ചയായ 5 വർഷം ഒരു മേയർ ആ ഒരു പദവിയിൽ ഇരുന്നിട്ടുള്ളത്. MK വർഗീസ് മാത്രമാണ് ഇരുന്നിട്ടുള്ളത്. അതിനു മുൻപ് LDF ഭരിക്കുമ്പോഴായാലും CPI-യും CPM-ഉം 2.5 വർഷക്കാലം ഈ മേയർ സ്ഥാനം പങ്കിടുകയായിരുന്നു. അതിന് തൊട്ട് മുൻപ് UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അന്ന് കോൺഗ്രസിന്റെ 2 നേതാക്കൾ രാജൻ പല്ലനും അതുപോലെ തന്നെ IP പോളുമായിരുന്നു, 2 പേരുമായിരുന്നു ഈ സ്ഥാനം പങ്കിട്ടിരുന്നത്. അങ്ങനെ കുറച്ച് കാലങ്ങളായി തന്നെ തൃശ്ശൂരിൽ ഇത്തരത്തിൽ ടേം വ്യവസ്ഥയിലാണ് LDF ആയാലും UDF ആയാലും ഒക്കെ തന്നെ ഈ മേയർ സ്ഥാനം പങ്കിടുന്നത്. അക്കാര്യങ്ങൾ ഇവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സ്വാഭാവികമായും നിജി ജസ്റ്റിനെ ഇത്തരത്തിൽ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സീനിയർ അംഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ എതിർപ്പ് അതിനെ വലിയ തോതിൽ ആളിക്കത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള DCCയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ടേം വ്യവസ്ഥയായി നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് ധാരണയായിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി പരസ്യമായി പ്രതികരിക്കാനായി അതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് രതീഷ്.